നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ അവ യാഥാർത്ഥ്യമാക്കാൻ ഊർജമില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നു, ഞാൻ നാളെ ചെയ്യുമെന്ന്. പക്ഷേ ആ നാളെ ഒരിക്കലും വരുന്നില്ല. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ തുടങ്ങാൻ പോലും വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നു. ഒരു പുസ്തകം എഴുതുന്നതിനെക്കുറിച്ചോ, ഫിറ്റാകുന്നതിനെക്കുറിച്ചോ, പുതിയ എന്തെങ്കിലും പഠിക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ പകരം നിങ്ങൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുകയോ TV കാണുകയോ ചെയ്യുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നിങ്ങൾ എന്നേക്കും മടിയനായതുകൊണ്ടല്ല, കാര്യങ്ങൾ വളരെ വലുതായി തോന്നുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പറയും, നമുക്ക് എളുപ്പമുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന്. പക്ഷേ നല്ല വാർത്ത, നിങ്ങൾക്കിത് പരിഹരിക്കാം. ഈ മടി നിങ്ങളല്ല, ഇത് വെറുമൊരു ശീലമാണ്. ശീലങ്ങൾ മാറ്റാൻ കഴിയും. ലക്ഷ്യം അസാധ്യമായി തോന്നിയതുകൊണ്ട് നിങ്ങൾ എത്ര തവണ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് പണം സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാത്തിലും ചെലവ് കുറയ്ക്കുക എന്ന ചിന്ത വളരെ കൂടുതലായി തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാ ദിവസവും ഓടുക എന്ന ആശയം തളർത്തുന്നതായി തോന്നുന്നു. നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളുടെ തലച്ചോർ വേദന ഒഴിവാക്കാനും സുഖം തേടാനും രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിനെ മറികടക്കാൻ കഴിയും. മടി മാറ്റാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാനും സഹായിക്കുന്ന 3 ലളിതമായ ഘട്ടങ്ങളിതാ. ഘട്ടം 1: ചെറുതാക്കുക. വലിയ ജോലികൾ ഭയപ്പെടുത്തുന്നതാണ്, അതിനാൽ അവ ചെറുതാക്കുക. ഉദാഹരണത്തിന്, ഒരു പുസ്തകം എഴുതണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 200 പേജ് എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇന്ന് ഒരു വാചകം മാത്രം എഴുതുക. ചെറിയ ചുവടുകൾ എളുപ്പമാണ്, നിങ്ങൾക്ക് നല്ലതായി തോന്നുകയും ചെയ്യും. ഒരു മല കയറുന്നതുപോലെ ചിന്തിക്കുക. നിങ്ങൾ മുകളിലേക്ക് ചാടുന്നില്ല. ഒരു ചുവട്, പിന്നെ മറ്റൊന്ന്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും അതുപോലെ ചെയ്യുക. ചെറിയ വിജയങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. മറ്റൊരു ഉദാഹരണം, ഗിറ്റാർ വായിക്കുന്നത് പോലെ ഒരു പുതിയ കഴിവ് പഠിക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ടൊരു പാട്ട് മുഴുവൻ പഠിക്കാൻ ശ്രമിക്കരുത്. ഒരു കോഡ് മാത്രം പരിശീലിക്കുക. കാലക്രമേണ ആ ചെറിയ ശ്രമങ്ങൾ വലിയ ഫലങ്ങളായി മാറും. താക്കോൽ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്, പൂർണ്ണതയിലല്ല. ഘട്ടം 2: എളുപ്പമുള്ള ദിനചര്യകൾ സൃഷ്ടിക്കുക. ഇച്ഛാശക്തിയെ ആശ്രയിക്കരുത്, ദിനചര്യകൾ സജ്ജമാക്കുക. ഇച്ഛാശക്തി തീർന്നു പോകും, പക്ഷേ ദിനചര്യകൾ കാര്യങ്ങളെ യാന്ത്രികമാക്കുന്നു. ഉദാഹരണത്തിന്, വ്യായാമം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഷൂസ് കിടക്കയുടെ അരികിൽ വയ്ക്കുക. അങ്ങനെ നിങ്ങൾ ഉണരുമ്പോൾ തുടങ്ങാൻ എളുപ്പമാണ്. ദിനചര്യകളെ ട്രെയിനിംഗ് വീലുകൾ പോലെ ചിന്തിക്കുക. നിങ്ങൾക്ക് സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്നതുവരെ അവ കാര്യങ്ങളെ എളുപ്പമാക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ ദിനചര്യ എന്താണ്? ഒരുപക്ഷെ എല്ലാ ദിവസവും രാവിലെ ഒരു ടു ഡു ലിസ്റ്റ് എഴുതുന്നതോ ഉണർന്നയുടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതോ ആകാം. ഈ ചെറിയ ശീലങ്ങൾ ഘടന സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് ആവേഗം കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഘട്ടം 3: 2 മിനിറ്റ് നിയമം ഉപയോഗിക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം തുടങ്ങുക എന്നതാണ്. അതിനാൽ നിങ്ങളോട് തന്നെ വാഗ്ദാനം ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വെറും 2 മിനിറ്റ് മാത്രം പ്രവർത്തിക്കും. അത്രമാത്രം. ഒരു പുസ്തകം വായിക്കണോ? ഒരു പേജ് വായിക്കുക. മുറി വൃത്തിയാക്കണോ? ഒരു മൂലയിൽ നിന്ന് തുടങ്ങുക. ഒരിക്കൽ തുടങ്ങിയാൽ തുടരാൻ എളുപ്പമാണ്. ഒരു പന്ത് കുന്നിറക്കി ഉരുട്ടുന്നത് പോലെയാണ്. ആദ്യത്തെ തള്ളൽ ബുദ്ധിമുട്ടാണ്, പക്ഷെ അതിനുശേഷം അത് തനിയെ ഉരുണ്ടുപോകും. ഒരു ബോണസ് ടിപ്പിത: തുടങ്ങിയതിന് സ്വയം പ്രതിഫലം നൽകുക. നിങ്ങളുടെ 2 മിനിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ആഘോഷിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഇഷ്ടഗാനം കേൾക്കുകയോ ഒരു ചെറിയ ഇടവേള എടുക്കുകയോ ചെയ്യാം. പ്രതിഫലങ്ങൾ തുടങ്ങുന്നത് നല്ലതായി തോന്നിപ്പിക്കുകയും തുടരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് സത്യം. എല്ലാവരും ചെറുതായി തുടങ്ങുന്നു. നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾ, അവരും ബുദ്ധിമുട്ടുന്നു. അവർ തുടർന്നുപോയി. നിങ്ങൾ പൂർണ്ണനാകേണ്ടതില്ല, നിങ്ങൾ തുടങ്ങിയാൽ മതി. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരു തീ പോലെ ചിന്തിക്കുക. ഇപ്പോൾ അതൊരു ചെറിയ തീപ്പൊരിയാണ്. നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ പ്രവർത്തനവും ഇന്ധനം ചേർക്കുന്നത് പോലെയാണ്. ഇന്ധനം ചേർത്തുകൊണ്ടിരിക്കുക. ഉടൻ നിങ്ങൾക്ക് ആളിക്കത്തുന്ന ഒരു തീ ഉണ്ടാകും. അപ്പോൾ ആ തീ കത്തിക്കാൻ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഓർക്കുക, പരാജയപ്പെടുന്നത് കുഴപ്പമില്ല. എല്ലാവരും പരാജയപ്പെടുന്നു. പ്രധാനം നിങ്ങൾ വീണ്ടും എഴുന്നേറ്റ് ശ്രമിക്കുക എന്നതാണ്. പരാജയം വിജയത്തിന്റെ എതിരല്ല, അത് യാത്രയുടെ ഭാഗമാണ്. അതിനാൽ നിങ്ങളോട് ദയ കാണിക്കുക, മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ലളിതമാക്കി വയ്ക്കാം.
നിങ്ങൾ അഭിലാഷമുള്ളവനും എന്നാൽ മടിയനുമാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. ജോലികൾ ചെറുതും എളുപ്പവുമാക്കുക. നിങ്ങളെ സഹായിക്കാൻ ദിനചര്യകൾ സൃഷ്ടിക്കുക. വെറും 2 മിനിറ്റ് പരിശ്രമത്തോടെ തുടങ്ങുക. അത്രമാത്രം. പൂർണ്ണമായ നിമിഷത്തിനായി കാത്തിരിക്കരുത്. ഇപ്പോൾ തുടങ്ങുക. ഒരു കാര്യം തിരഞ്ഞെടുത്ത് ഇന്നൊരു ചെറിയ ചുവട് വയ്ക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. പോയി അവ യാഥാർത്ഥ്യമാക്കൂ. ഇതോർക്കുക, നിങ്ങൾ പൂർണ്ണനാകേണ്ടതില്ല, നിങ്ങൾ സ്ഥിരതയുള്ളവനാകണം. ചെറിയ പരിശ്രമങ്ങൾ പോലും സ്ഥിരമായി ചെയ്താൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് സ്ഥിരതയോടെ നിൽക്കാൻ കഴിയില്ല. അതിനാൽ ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങാൻ ഇത് കാണുക.